പ്രിയ പ്രേക്ഷകർക്ക് ടോപ്പ് 10ലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അവസാനിക്കാത്ത തർക്കത്തിന്റെ പേര്. കേരളം, തമിഴ്നാട് എന്നീ രണ്ട് അയൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ഇത് വെറും ഒരു ജലവിഭവ തർക്കമല്ല, അതിനുമപ്പുറം സുരക്ഷയുടെയും അവകാശത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിഷയമാണ്. വൃഷ്ടിപ്രദേശത്ത് നന്നായൊന്ന് മഴ പെയ്താൽ കേരളത്തിന്റെ നെഞ്ചിടിപ്പേറുന്ന ആശങ്കയായി മാറുന്ന സാഹചര്യം. സുപ്രീം കോടതി വിധികളും കേന്ദ്ര ഇടപെടലുകളും ഉണ്ടായിട്ടും ഈ ഒരു തർക്കം പരിഹാരമില്ലാതെ നീളുന്നു. ദുരന്തമുണ്ടായാലേ കനിവുണ്ടാകൂ എന്ന തമിഴ്നാടിന്റെ പിടിവാശി തുടരുകയാണ്. വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് ആവർത്തിച്ചു കേരളം. ചെലവ് കേരളം വഹിക്കാമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്നും ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും കേരളം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി. വീണ വിദേശത്തേക്ക് 85 ലക്ഷം അയച്ചത് ഫെമ ലംഘനമാണോ എന്ന് പരിശോധിച്ച ED മറ്റൊരാളുടെ പേരിലെടുത്ത സിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്കെന്ന് സംശയം. വീണയുടെ കോഴിക്കോട് പന്തീരാങ്കാവിലെ ലേക്കർ ഇന്ത്യ കോർപ്പ് ഓഫീസ് പൂട്ടിയ നിലയിൽ, കമ്പനി വിവരങ്ങൾ വെള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്ത് ചുമരിലൊട്ടിച്ച നിലയിലും. പിണറായിയെ CPM മാറ്റി നിർത്തണമെന്ന് ഷോൺ ജോർജ്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി. വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാനാകില്ല എന്ന് ഹൈക്കോടതി. വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. കുറ്റപത്രം വായിച്ചു കേൾക്കാൻ റോജി അഗസ്റ്റിനൊഴികെ മറ്റ് 2 പ്രതികളും എത്താത്തതിൽ രൂക്ഷ വിമർശനവുമായി ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. മെസ്സിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിലെ റിപ്പോർട്ട് GST കമ്മീഷണർക്ക് പ്രത്യേകം സമർപ്പിച്ച് അന്വേഷണ സംഘം. സസ്പെൻഷൻ റദ്ദു ചെയ്യണമെന്ന MR അജിത് കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. നടപടി SIT റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലെന്ന് വിശദീകരണം. ADGPയുടെ ഹർജി തള്ളണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. മുൻകൂട്ടി അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയെന്ന പരാതിയിൽ DGP S. ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല. തീരുമാനം ഹൈക്കോടതിയെ അറിയിച്ച് സർക്കാർ. നീറ്റ് പ്രതിഷേധത്തിലെ പോലീസ് അതിക്രമത്തിൽ പരാതികൾ പരിശോധിക്കാൻ ഉന്നതതല സമിതിയുമായി സുപ്രീം കോടതി. സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനാകും. പോലീസിലെയും CBIയിലെയും വിരമിച്ച ഉദ്യോഗസ്ഥരടക്കം സമിതി ഉത്തരവ് നാളെ പുറത്തിറക്കും. പൗരത്വ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ആഭ്യന്തര മന്ത്രാലയം. അതിർത്തി സംസ്ഥാനങ്ങളിൽ പൗരത്വാപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇനി കളക്ടർമാർക്ക്. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തെ അനധികൃത നിർമ്മാണങ്ങളും സുരക്ഷാ ബാരിക്കേഡുകളും നീക്കം ചെയ്ത് പാകിസ്ഥാന് ഇന്ത്യയുടെ മറുപടി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടിയെന്ന് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇറാൻ. സാമ്പത്തിക യുദ്ധത്തിലും അമേരിക്ക തോൽക്കുമെന്ന് മുന്നറിയിപ്പ്. അമേരിക്ക മേഖല വിട്ടുപോകണമെന്ന നിർദ്ദേശം. രാജ്യത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. ഗ്രാമിന് 395 രൂപ കൂടി 14,600 രൂപയായി. വെള്ളിവിലയിലും വർധനവ്. ഓഹരി വിപണിയിൽ നേട്ടം. കേരള ക്രിക്കറ്റ് ലീഗിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. രണ്ടാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 190 റൺസ് വിജയലക്ഷ്യം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരം PV സിന്ധു പുറത്ത്. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രതികളായ ആൺകുട്ടികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തും. പ്രതികൾ സിനിമയെ വെല്ലുന്ന തിരക്കഥ ഒരുക്കിയിരുന്നതായി കണ്ടെത്തൽ. സ്റ്റോറി ഓഫ് ദ ഡേ: ജീവിതം മാറ്റിമറിച്ച ഗപ്പി. ഏറ്റവും ഒടുവിലും ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയുമായി ചെന്നൈ മഹാബലിപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിലും മുല്ലപ്പെരിയാർ ഉയർന്നു വന്നു. പുതിയ അണക്കെട്ടെന്ന ആവശ്യം തമിഴ്നാട് സർക്കാരിന്റെ മുന്നിൽ വെച്ചുവെങ്കിലും 152 അടിയാക്കി ജലനിരപ്പ് ഉയർത്തണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് തമിഴ്നാട്ടിലെ വിജയ് സർക്കാരും.
പുതിയ അണക്കെട്ടിന്റെ മുഴുവൻ ചെലവും കേരളം വഹിക്കാമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ഒക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചുവെങ്കിലും കേരളത്തിന്റെ ഈ നിർണായക ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു തമിഴ്നാട്. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്ന ആവശ്യവും ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും ദക്ഷിണ മേഖലാ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ യോഗത്തിൽ കേരളം ആവശ്യമുന്നയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്തായിരുന്നു ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗം നടന്നത്. കേരളത്തിന് പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ടുവച്ചു. പുതിയ അണക്കെട്ടിന് മുഴുവൻ ചെലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നുമാണ് സതീശൻ അറിയിച്ചത്. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിലുറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. അതിനിടെ ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റെണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം നടപടികളെന്നും കാവേരിയിൽ സുപ്രീം കോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും നടപ്പാക്കണമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്നും കേരളം ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും നിലവിലെ നിരോധനത്തിന് ശാസ്ത്രീയ പിൻബലമില്ലെന്നും ശാസ്ത്രീയ പരിശോധനകൾ നടത്തി പുനഃക്രമീകരണം നടത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽ, ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു തർക്കമാണ്. പക്ഷേ അത് പലതരത്തിലാണ്. ഒരു ജലവിഭവ തർക്കം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമടക്കം പല സർക്കാരുകൾ മാറി മാറി വരുന്നു. എന്നിട്ടും ഈ തർക്കത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റാതെ വരുന്നു. അതായത് കേരളത്തിൻ്റെ സുരക്ഷ, തമിഴ്നാടിന് ജലം, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ആശങ്കകൾ പരിഹരിച്ച് ഈ പ്രശ്നപരിഹാരം സാധ്യമാകുമോ? തീർച്ചയായും സ്വപ്ന, അതായത് ഈ തമിഴ്നാട്ടിൽ സർക്കാർ മാറി വിജയ് സർക്കാർ വന്നപ്പോൾ തന്നെ കേരളം പ്രധാനമായും ഉറ്റുനോക്കിയത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ സർക്കാർ, പ്രത്യേകിച്ച് വിജയ് സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും. നമുക്കറിയാം സ്റ്റാലിൻ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത്. അപ്പോഴും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ എന്നല്ല എല്ലാ കാലങ്ങളായി സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരിൻ്റെ കാലത്തുമായാലും കേരളം മുന്നോട്ട് വെച്ചത് പുതിയൊരു ഡാം വേണമെന്നൊരു ആവശ്യമായിരുന്നു. എന്നാൽ അതിൻ്റെ നഖശിഖാന്തം എതിർത്തിരുന്ന അന്ന് സ്റ്റാലിൻ സർക്കാർ പുതിയ ഡാം ഒരിക്കലും തമിഴ്നാട് അനുവദിക്കുകയില്ല. നിലവിലെ ഡാം തന്നെ സുരക്ഷിതമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 152 അടിയായി ഉയർത്തണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. അപ്പോഴും തമിഴ്നാട് വാദിച്ചിരുന്നത് സുപ്രീം കോടതിയുടെ വിധി, അതായത് സുപ്രീം കോടതിയുടെ പല വിദഗ്ധ സമിതികൾ പലതവണ പരിശോധന നടത്തി ബലക്ഷയത്തിൽ ഒരു കുഴപ്പവുമില്ല, സുരക്ഷിതമാണ്, അതുകൊണ്ട് തന്നെ ജലം സംഭരണ ശേഷി ഉയർത്താമെന്നൊരു നിലപാട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ വിദഗ്ധ സമിതി ബലക്ഷയം ഉണ്ടായിട്ടില്ല, മാത്രമല്ല പല ട്രൈബ്യൂണൽ വിധികളുമുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കാട്ടിയായിരുന്നു അന്ന് തമിഴ്നാട് സർക്കാർ എല്ലാ കാലവും പുതിയ ഡാം എന്ന കേരളത്തിന്റെ നിർദ്ദേശത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആവശ്യത്തെ നഖശിഖാന്തം എതിർക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അതേ നിലപാട് തന്നെയായിരിക്കും വിജയ് സർക്കാർ എന്നായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. സംശയമില്ല, വിജയ് സർക്കാർ അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യത്തെ മുഖം തിരിച്ചു നിൽക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, മുല്ലപ്പെരിയാറിൽ നിലവിലെ അതിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന് അദ്ദേഹം ബജറ്റിൽ പോലും അദ്ദേഹം പ്രഖ്യാപിച്ചാണ്. ആദ്യ ബജറ്റിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് തമിഴ്നാടിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലശേഷി ഉയർത്തുമെന്നാണ്. അതായത് 142 152 ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ കേരളം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അങ്ങനെ ഒറ്റയടിക്ക് തീരുമാനിക്കാൻ ഏകപക്ഷീയമായി തമിഴ്നാട് അവകാശമില്ല. അപ്പോൾ ഈ സ്റ്റാലിൻ സർക്കാർ ഈ കേരളത്തിന്റെ ആവശ്യത്തെ മുഖം തിരിച്ച് നിന്നപ്പോഴും കേരളവുമായി നല്ല ബന്ധത്തിലായിരുന്നു. നമുക്കറിയാവുന്ന പിണറായി സർക്കാരും ഒക്കെ ആയിട്ട് MK സ്റ്റാലിൻ നല്ല ബന്ധത്തിലായിരുന്നു. നിലവിൽ വിജയ് സർക്കാരും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വൈകാരികമായ വിഷയം തന്നെ, കേരളമായാലും തമിഴ്നാടായാലും വൈകാരികമായ വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ തമിഴ്നാടിൻ്റെ അതേ സ്റ്റാൻഡിൽ ഉറച്ച് പുതിയ സർക്കാർ നിൽക്കുമ്പോഴും കേരളവുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമുക്കപ്പോഴും അറിയേണ്ടത് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് പുതിയ ഡാമാണ്. കാരണം നമ്മളിപ്പോഴും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥലവും നമുക്ക് അത്രയേറെ ഭൂകമ്പ സാധ്യതയുള്ള ആ ഒരു ഭയത്തിൻ്റെ ആശങ്കയുടെ മുൾമുനയിലാണ് കേരളം ജീവിച്ചുകൊണ്ട്
മാറിയിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു ഡാം വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായ ആവശ്യം പറഞ്ഞതാണ്, പുതിയ ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തമിഴ്നാടിന് തീരുമാനിക്കാം, വെള്ളം മുഴുവനും തമിഴ്നാടിന് നൽകും, ഇതിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും കേരളം ഏറ്റെടുക്കുകയും ചെയ്യും. അത്രയേറെ നിർദ്ദേശം നൽകിയിട്ടും തമിഴ്നാട് അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. ഒരിക്കലും പുതിയ ഡാം അനുവദിക്കാൻ പറ്റില്ല, അത് അന്നുണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണ് എന്നതും നിലവിൽ ഡാമിന് ഒരു ബലക്ഷയവും ഇല്ല എന്ന സ്റ്റാൻഡിൽ തന്നെ ആ നിലപാടിൽ തന്നെ തമിഴ്നാട് ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ടത് വിജയ് സർക്കാർ ഒരിക്കൽ പോലും ആ മുല്ലപ്പെരിയാർ എന്ന ഡാം എന്ന ഒരു ആവശ്യത്തിൽ നിന്ന് മുന്നോട്ട് പോകില്ല. കാരണം ഈ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ അത്രയേറെ കർഷകരുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളവും കൊണ്ടാണ് അവരുടെ ജലസേചന ഉൾപ്പെടെ ഉപജീവന മാർഗം നയിക്കുന്നത്. തമിഴ്നാട് സർക്കാർ നമുക്കറിയാം, വിജയ് സർക്കാരിന് ഇപ്പോൾ ഈ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വോട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക്. അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ അത്രയേറെ വൈകാര്യമാണ്. തന്നെയാണ് അൺഫിലിറ്റ് ഏറ്റവും വലിയ ആശങ്ക തമിഴ്നാടിന്റെ. അതായത് ഏക്കർ കണക്കിന് പാടങ്ങൾ, ലക്ഷക്കണക്കിന് പാടങ്ങൾ തമിഴ്നാട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ കൃഷിയെ എല്ലാം ഈ പുതിയൊരു ഡാമിൻ്റെ വരവ് ഏത് രീതിയിൽ ബാധിക്കുമെന്ന വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തമിഴ്നാട് സർക്കാരുകൾ, ഏത് സർക്കാരുകൾ മാറി വന്നാലും അത് എപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ വിജയ് സർക്കാരും TVK സർക്കാരും അതേ ഒരു ആശങ്ക തന്നെ ഈ മുന്നോട്ട് വയ്ക്കുകയാണ് കേരളത്തിന് മുന്നിൽ. പക്ഷേ തമിഴ്നാടിന് വെള്ളം കിട്ടിയാൽ കേരളത്തിനും കൂടി പ്രയോജനം ലഭിക്കുമെന്ന തമിഴ്നാട് ഊർജ്ജമന്ത്രി CTR നിർമ്മൽ കുമാറിൻ്റെ ആ ഒരു പരാമർശം, ആ ഒരു കണ്ടെത്തൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലേക്ക് പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനെ ഇടതടവില്ലാതെ നനയ്ക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമെന്നാണ് മന്ത്രി ഇന്നിപ്പോൾ എന്തായാലും പരാമർശം നടത്തിയിരിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത മുല്ലപ്പെരിയാർ തർക്കത്തിന് പരിഹാരം എന്ത്, എപ്പോൾ എന്നറിയാനാണ് ഇരു സംസ്ഥാനത്തെയും ലക്ഷക്കണക്കിന് വരുന്ന ജനത ആഗ്രഹിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് ആരായുകയാണ് ഇഡി. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തിന്റെ പേരിൽ വീണ സിം എടുത്തത് ഹവാല ഇടപാടുകൾക്കാണ് എന്ന സംശയം ഇഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് ഇഡി പോകുന്നത്. അതേസമയം മുഹമ്മദ് റിയാസിലേക്കുള്ള അന്വേഷണത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPMന്റെ തീരുമാനം. ഇനി നടത്താനിരിക്കുന്ന ഈ വിശദീകരണ യോഗങ്ങളിൽ എല്ലാ ആരോപണങ്ങളും ഒരുപക്ഷെ രാഷ്ട്രീയ പകപോക്കലെന്ന് പറഞ്ഞ് CPMന് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നതാണ് ചോദ്യം. 20.5 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് രേഖകളിൽ നിന്നും ED സംഘത്തിന്റെ കണ്ടെത്തൽ. വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചതിൽ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. വീണയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ED തീരുമാനം. കോഴിക്കോട് നടന്ന റെയ്ഡിന് ശേഷം അന്വേഷണം മുഹമ്മദ് റിയാസ് MLAയിലേക്ക് എത്തുന്നതിനെ രാഷ്ട്രീയമായി നേരിടും. അടുത്ത ദിവസം കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരാനാണ് പാർട്ടി തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് ED തയ്യാറെടുക്കുകയാണ്. വീണ മറ്റൊരാളുടെ പേരിൽ സിം എടുത്തത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീർച്ചയായും ഈ ഓരോ സാമ്പത്തിക ഇടപാടുകളിലും പണത്തിൻ്റെ ഉറവിടം, എന്തിന് അയച്ചു, എങ്ങനെ കൈമാറി, അത് എവിടെ എത്തി നിൽക്കുന്നു, അങ്ങനെ EDയുടെ ചോദ്യമുനകൾക്ക് മുന്നിൽ കൃത്യമായ തെളിവ് നിരത്തിയുള്ള ഒരു വിശദീകരണം ഇല്ലെങ്കിൽ പിണറായിയും കുടുംബവും മാത്രമല്ല പാർട്ടിയും പ്രതിരോധത്തിലാകുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയൻ്റെ കുടുംബ പരിധിക്കുള്ളിൽ വരുന്ന സാമ്പത്തിക ഇടപാടുകളും ക്രമക്കേടുകളുമൊക്കെ എങ്ങനെ പാർട്ടിയുടെ ഒരു പൊതുരാഷ്ട്രീയമായി മാറുന്നുവെന്ന ചോദ്യത്തിനും ഒരുപക്ഷെ പാർട്ടി മറുപടി നൽകേണ്ടി വരും. പക്ഷേ വീണ വിജയനുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കമ്പനിയുടെ കോഴിക്കോട് പന്തീരാങ്കാവിലെ ഓഫീസ് പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. കെട്ടിടത്തിന് സമീപത്ത് കൃത്യമായ കമ്പനി ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. 2024 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണയുടെ ഭർത്താവ് കൂടിയായ PA മുഹമ്മദ് റിയാസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ലേക്കർ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഹവാല പണമിടപാട് വരെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. വീണ തുടങ്ങിയ മുഴുവൻ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കുടപിടിക്കാനുള്ളതാണ്. യാതൊരു സേവനവും വീണ കൈപ്പറ്റിയ മുഴുവൻ പണവും യാതൊരു സേവനവും നൽകാതെ ഈ വീണ വിജയൻ കൈപ്പറ്റിയ മുഴുവൻ പണവും പിണറായി വിജയന് വേണ്ടിയാണ്. പിണറായി വിജയൻ രാജിവെക്കുന്നില്ലെങ്കിൽ മാറ്റി നിർത്താൻ LDF തയ്യാറാകണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെടുകയാണ്. ഹവാല ഇടപാട് പോലും വ്യക്തമായ തെളിവോടുകൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പണ്ട് പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഴിമതി ആരോപിതനായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന, അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ
ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ED നടപടിയിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിലവിൽ ആഭ്യന്തര വകുപ്പിന് മുന്നിൽ ഈ വിഷയം വന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളുടെ രാഷ്ട്രീയം നോക്കിയുള്ള വിവാദങ്ങൾ അനാവശ്യമാണെന്നും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ പറഞ്ഞു. DYFI ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പം എന്നോട് അടുപ്പമുള്ളവരാണെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിന്റെ ചെയ്തെങ്കിൽ ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പോലീസ് കൊടുക്കുകയുള്ളൂ. ഇതിനകത്ത് ഒരു ശുപാർശ ആരും അംഗീകരിക്കില്ല, ആരുടെ ഇടപെടലും അംഗീകരിക്കില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. മുട്ടിൽ മരമുറി വഞ്ചനാ കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി എന്ന വാർത്തയാണ് ഇന്ന് വരുന്നത്. വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാനാകില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, പ്രതികൾക്കെതിരെ ചോറ്റാനിക്കര വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനവും അതൃപ്തിയുമൊക്കെ കേസിന്റെ ഗൗരവം ഉയർത്തിക്കാട്ടുന്നു. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും റോജി അഗസ്റ്റിനൊഴികെ മറ്റ് പ്രതികൾ ഹാജരാകാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. റോജി അഗസ്റ്റിനോട് കോടതിയിൽ നിന്നും മാറി നിൽക്കാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ട സാഹചര്യവുമുണ്ടായി. കേസിൽ പെട്ടുകിടക്കുന്ന തടികൾക്ക് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തിയെന്ന മലബാർ ടിമ്പേഴ്സ് ഉടമയുടെ പരാതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ വഞ്ചനാ കേസെടുത്തിരിക്കുകയാണ്. മുട്ടിൽ മരമുറി കേസിലെ നടപടികൾ വയനാട്ടിലെ വിചാരണ കോടതിയിൽ പുരോഗമിക്കുകയാണെന്നും അതിനാൽ മരമുറി വഞ്ചനാ കേസിൽ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകിയത്. എന്നാൽ ഹർജി ഹൈക്കോടതി തള്ളി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെയാണ് സമീപിക്കേണ്ടതെന്നും ഉത്തരവിട്ടു. അതേസമയം കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ഇന്ന് ഹാജരാക്കണമെന്ന ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം കേസിൽ പ്രതികളായ ആൻഡോ അഗസ്റ്റിനും ജോസ്കുട്ടി അഗസ്റ്റിനും അവഗണിച്ചു. കോടതിയിൽ ഹാജരായ റോജി അഗസ്റ്റിനോട് മറ്റുള്ളവർ എവിടെയെന്നും ആളെ കളിപ്പിക്കുകയാണോ എന്നും മജിസ്ട്രേറ്റ് ചോദിച്ചു. വിചാരണ നടപടികൾ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാനായി ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിൽ വഞ്ചനാ കേസ് നിലനിൽക്കില്ലെന്ന ഹർജി നൽകി. എന്നാൽ വിചാരണയ്ക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണയുടെ ഭാഗമാകാനുള്ള അഗസ്റ്റിൻ സഹോദരന്മാരുടെ അപേക്ഷയിലും കോടതി നാളെ തീരുമാനമറിയിക്കും. കേസിൽ പെട്ടുകിടക്കുന്ന തടികൾ പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തിയെന്ന മലബാർ ടിമ്പേഴ്സ് ഉടമയുടെ പരാതിയിലാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ വഞ്ചനാ കേസെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. രാകേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. രാകേഷ്, ഈ മുഴുവൻ പ്രതികളും തുടർച്ചയായി ഒരുമിച്ച് ഹാജരാകാതിരിക്കുക അല്ലെങ്കിൽ തീയതി മാറ്റിവെക്കുക ഈ സാക്ഷി വിസ്താരം അടക്കമുള്ള കേസിന്റെ സ്വാഭാവിക പുരോഗതിയെ ഇതൊക്കെ ബാധിക്കുമെന്ന വിലയിരുത്തലാണോ ഇപ്പോൾ വിചാരണ കോടതി എത്തിയിരിക്കുന്നത്? ആ ഒരു പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിൽ ഒരു വിമർശനം, ഒരു കടുത്ത വിമർശനം കോടതിയെ ഉന്നയിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് തിരിച്ചടിയാണല്ലോ. സ്വപ്ന പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വയനാട് കോടതിയിൽ അത്തരത്തിലുള്ള നിയമ നടപടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന വഞ്ചനാ കേസിൻ്റെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇതേ ആവശ്യവുമായി ചെല്ലേണ്ടുന്നത് ഇപ്പോൾ വിചാരണ നടക്കുന്ന ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം തന്നെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കേണ്ടുന്ന ഘട്ടമാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിലുള്ളത്. ആ കോടതി ഇന്ന് അഗസ്റ്റിൻ സഹോദരന്മാരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കോടതിയെ കളിയാക്കുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റോജി അഗസ്റ്റിൻ മാത്രമാണ് ഇന്ന് ഹാജരായത്. ആൻഡോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവർ ഹാജരായിരുന്നില്ല. അതേസമയം തന്നെ മുട്ടിൽ മരമുറി കേസിൽ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന വിചാരണ നിർത്തിവെക്കേണ്ടുന്ന ഒരാവശ്യവുമില്ലെന്ന കാര്യവും അത്തരത്തിൽ വിചാരണ നിർത്തിവെക്കില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും കോടതി അറിയിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിൽ ഹാജരാകാൻ പറ്റുമോ എന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കോടതി നാളെ തീരുമാനം അറിയിക്കും. ഒപ്പം തന്നെ കുറ്റപത്രം വായിക്കുന്ന തീയതിയും അറിയിക്കുന്നതായിരിക്കും. രാകേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും മെസ്സിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. GST കമ്മീഷണർക്കാണ് SIT പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. GST കമ്മീഷണർ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും.
GSTയുടെ SIT വിഭാഗം നികുതി വെട്ടിപ്പിൽ അന്വേഷണം നടത്തിയിരുന്നു. GSTയുടെ അന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലിൽ 3 GST ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിലുൾപ്പെടെ അന്വേഷണം പൂർത്തിയാക്കിയാണ് പ്രാഥമിക റിപ്പോർട്ട് GST കമ്മീഷണർക്ക് നൽകിയത്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ 22 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നെന്ന് GST വകുപ്പ് കണ്ടെത്തിയിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് തന്നെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെങ്കിലും നികുതി ഈടാക്കാൻ കർശന നടപടി ഉണ്ടായില്ല. ഇക്കാര്യത്തിലുണ്ടായ ഉദ്യോഗസ്ഥ വീഴ്ചയിലടക്കമാണ് ഇപ്പോഴത്തെ അന്വേഷണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യങ്ങൾ പുറത്തു വരുമെന്ന് കെ മുരളീധരൻ. നല്ല അന്വേഷണം ഉണ്ടാകും. EDയുടെ അന്വേഷണത്തിൽ അഭിപ്രായം പറയാനില്ല. കോൺഗ്രസ് മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും ED ലക്ഷ്യം വെച്ച് നടന്നിട്ടുണ്ടല്ലോ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. EDയുടെ അന്വേഷണത്തിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. ED അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഞങ്ങൾക്ക് EDയെക്കുറിച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കോൺഗ്രസിനുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഒരേ സ്റ്റാൻഡാണുള്ളത്. ഈ കേസ് എന്താണെന്നുള്ളത് കേസിൻ്റെ വഴിക്ക് പോട്ടെ. ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ED ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ED കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ED അടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ലഭിച്ച സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ADGP MR അജിത് കുമാറിന്റെ വാദം തള്ളി സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നൽകിയ ഹർജിയിലാണ് സർക്കാർ മറുപടി നൽകിയത്. തന്റെ പ്രമോഷൻ തടയാനാണ് സസ്പെൻഷൻ നൽകിയതെന്ന MR അജിത് കുമാറിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും ചട്ടങ്ങൾ പാലിച്ചാണ് നടപടി സ്വീകരിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കി. സസ്പെൻഷൻ ഉത്തരവിന് മുൻപ് ADGPയോട് വിശദീകരണം തേടിയെന്നും എന്നാൽ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല എന്നും സർക്കാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിൽ ADGP ഇടപെട്ട് ചിലരുടെ മൊഴി മാറ്റി. ഇതിന് തെളിവ് ലഭിച്ചുവെന്ന് SIT റിപ്പോർട്ടിലുണ്ട്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണവും നിലനിൽക്കില്ലെന്നും സർക്കാർ മറുപടി നൽകി. അജിത് കുമാറിന്റെ ഹർജി തള്ളണമെന്ന് സർക്കാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സെപ്റ്റംബർ 3 ഹർജി പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. DGP S. ശ്രീജിത്തിന് ആശ്വാസമാണ്. വിജിലൻസ് കേസ് അവസാനിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ഇതോടെ DGP ആയതിലെ പ്രധാന തടസ്സം നീങ്ങിയിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരത്തിലെ സംഘർഷം അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതിയെ സുപ്രീം കോടതി മുൻ ജഡ്ജി R. സുഭാഷ് റെഡ്ഡി നയിക്കും. വനിതാ പ്രതിഷേധക്കാർ ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന പരാതി മുൻഗണനാടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതും അന്വേഷിക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടത്തിയ സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ സുപ്രീം കോടതി ഉന്നതാധികാര സമിതി രൂപീകരിച്ചു. മുൻ സുപ്രീം കോടതി ജഡ്ജി R. സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ 5-അംഗ സമിതിക്കാണ് രൂപം നൽകിയത്. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രവിശങ്കർ ഝാ, ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ശാലിന്ദർ കൗർ, CBI മുൻ ഡയറക്ടർ ഋഷികുമാർ ശുക്ല, റിട്ടയർഡ് മേഘാലയ DGP LR ബിഷ്ണോയ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസും മറ്റ് ഏജൻസികളും നടത്തിയ ബലപ്രയോഗവും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ സംഭവങ്ങളും സമിതി വിശദമായി പരിശോധിക്കും. വനിതാ പ്രതിഷേധക്കാർ ലൈംഗികാതിക്രമം നേരിട്ടു എന്ന പരാതി മുൻഗണനാടിസ്ഥാനത്തിൽ പരിശോധിക്കുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അംഗങ്ങളുടെ അനുഭവ പരിചയം കണക്കിലെടുത്താണ് സമിതി രൂപീകരിച്ചതെന്നും എല്ലാ വിഷയങ്ങളും സമിതിക്ക് വിശദമായി പരിശോധിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. ഉന്നതാധികാര സമിതിക്ക് ആവശ്യമെങ്കിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനാകും. സമിതിയുടെ ശുപാർശകൾ കോടതിയെ സഹായിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പൗരത്വ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ പൗരത്വ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകി. അതിർത്തി സംസ്ഥാനങ്ങളിലാണ് മാറ്റം വരുത്തിയത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നടപടിയിൽ നിർണായക മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ പൗരത്വ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകി. നിലവിൽ ഉന്നതാധികാര സമിതിയാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത്. നടപടി ലഘൂകരിക്കുകയും രേഖകളുടെ പരിശോധന കൂടുതൽ കർശനമാക്കാനുമാണ് ഭേദഗതി. ഉന്നതാധികാര സമിതിക്ക് മുൻപിലുള്ള അപേക്ഷകളിൽ കാലതാമസം വരുന്ന പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം.
ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ അതിർത്തി മേഖലകളിൽ മാറ്റം ബാധകമാകും. അസം, ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലകളെ ഒഴിവാക്കിയിട്ടുണ്ട്. പൗരത്വം നൽകുന്നതിന് മുൻപ് കളക്ടർമാർ അപേക്ഷയും സമർപ്പിച്ച രേഖകളും കർശനമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഉചിതമായ മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തെ അനധികൃത നിർമ്മാണങ്ങളും സുരക്ഷാ ബാരിക്കേഡുകളും നീക്കം ചെയ്തു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ നീക്കം ചെയ്തതിന് പിറകെയാണ് ഇന്ത്യയുടെ നടപടി. ഡൽഹിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തെ കെട്ടിടഭാഗങ്ങളും സുരക്ഷാ ബാരിക്കേഡുകളും അധികൃതർ പൊളിച്ചു നീക്കി. ഹൈക്കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള അതിർത്തിക്ക് പുറത്തേക്ക് കടന്നുള്ള നിർമ്മാണങ്ങളാണ് JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത്. ഹൈക്കമ്മീഷനിലെ വിസ വിഭാഗത്തിന് സമീപമുള്ള ക്യൂ നിയന്ത്രണ സംവിധാനങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹൈക്കമ്മീഷന് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ബാരിക്കേഡുകളും ഒഴിവാക്കി. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുൻപിലുണ്ടായിരുന്ന സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ അധികൃതർ നീക്കം ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ടാണ് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുൻപിലെ നടപടി. ജമ്മുകശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറിന്റെ പ്രസ്താവനയ്ക്കെതിരെയും പാകിസ്ഥാൻ പ്രതികരണം നടത്തിയിരുന്നു. ഇസ്ലാമാബാദിലെ US പ്രതിനിധിയെ വിളിച്ചു വരുത്തിയായിരുന്നു പാകിസ്ഥാന്റെ നടപടി. കശ്മീർ ഇന്ത്യയുടെ പ്രധാന ഭാഗമാണെന്നും മനോഹരമായ സ്ഥലത്ത് താൻ ആദ്യമായാണ് എത്തുന്നത് എന്നുമായിരുന്നു ശ്രീനഗറിൽ സെർജിയോ ഗോറിന്റെ പ്രതികരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്ക കീഴടങ്ങണമെന്നാവശ്യപ്പെട്ട് ഇറാൻ. അമേരിക്ക മേഖല വിട്ടു പോകണമെന്നും ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മേഖലയിലെ ക്രമം ഇനി ഇറാൻ നിശ്ചയിക്കുമെന്നും ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ കമ്മീഷൻ മേധാവി അവകാശപ്പെട്ടു. സാമ്പത്തിക യുദ്ധത്തിലും അമേരിക്ക തോൽക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അമേരിക്കയുടെ കുതിച്ചുയർന്ന കടത്തിൽ നിന്നും പലിശ നിരക്കിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആരോപിച്ചു. US-ന്റെ സാമ്പത്തിക ഭീകരവാദം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണെന്നും അബ്ബാസ് അരാഗ്ചി എക്സിൽ പ്രതികരിച്ചു. സ്വർണ്ണവില കുത്തനെ അങ്ങ് കൂടി. ഗ്രാമിന് 3160 രൂപ കൂടി. പവന് 1,16,800 രൂപയാണ് ഇന്നത്തെ വില. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഉണ്ടായ വലിയ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. സംസ്ഥാനത്ത് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 395 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 14,600 രൂപയായി ഉയർന്നു. ഇന്ന് മാത്രം 3,160 രൂപ കൂടിയതോടെ സംസ്ഥാനത്ത് 1 പവൻ സ്വർണ്ണത്തിന് 1,16,800 രൂപ നൽകണം. വെള്ളിവിലയിലും നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 255 രൂപയും 10 ഗ്രാമിന് 2,550 രൂപയുമാണ് വില. US ട്രഷറി ദീർഘകാല സർക്കാർ ബോണ്ടുകളുടെ വീണ്ടും വാങ്ങൽ ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആഗോള സ്വർണ്ണവിലയിൽ ശക്തമായ കുതിപ്പ് നടന്നത്. 10 മുതൽ 30 വർഷം വരെ കാലാവധിയുള്ള അമേരിക്കൻ ട്രഷറി സെക്യൂരിറ്റികളുടെ ബൈബാക്ക് ഓരോ ഇടപാടിലും കുറഞ്ഞത് $2 ബില്യൺ നിന്ന് $4 ബില്യൺ ഉയർത്താനാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. പണപ്പെരുപ്പം, US പലിശ നിരക്ക്, ഡോളർ എന്നിവയിലെ അടുത്ത നീക്കങ്ങൾ സ്വർണ്ണവിലയുടെ തുടർദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. അതിനിടെ തുടർച്ചയായ നഷ്ടങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ ഓഹരി വിപണിയും മുന്നേറ്റം കാഴ്ചവെച്ചു. സെൻസെക്സ് 628 പോയിന്റ് ഉയർന്നു. ദേശീയ സൂചികയായ നിഫ്റ്റി 153 പോയിന്റും ഉയർന്നു. പണലഭ്യത ഉറപ്പാക്കാൻ US ട്രഷറി ബോണ്ടുകളുടെ പലിശ നിരക്ക് കുറച്ചതാണ് വിപണിയിലും ഉണർവുണ്ടാക്കിയത്. ഇതോടെ നിക്ഷേപകർ ബോണ്ടിൽ നിന്ന് ഓഹരിയിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയാണ് വിപണിക്ക് തുണയായത്. അമൃത ന്യൂസ്, കൊച്ചി.